ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസ് ആയ സുക്കുമിച്ചി മോൺലൈൻ പാരസി സീസൺ 2 എപ്പിസോഡ് 11 ആണ്. വീഡിയോ ആണെന്നല്ല മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടണം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടുതൽ കുറേ സമയങ്ങളെ നമുക്ക് വീഡിയോ ഇട്ടുക. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഹീറോനെ കാണിച്ചുകൊണ്ടാണ്. എന്തോന്ന് നീ എന്ത് പറയുന്നേ എന്ന് പറഞ്ഞാൽ ഷോക്കാവുന്നു. ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടാ പറഞ്ഞത് എന്ന് ഹീറോ പറയുന്നു. ഓൾറെഡി നിനക്ക് എന്നെക്കാട്ടി കൂടുതൽ മാനയുണ്ട്, അത് പോരാഞ്ഞിട്ടാണ് വീണ്ടും അത് കൂട്ടാൻ വേണ്ടി നടക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. നോർമൽ പീപ്പിൾസിനെ കൊണ്ട് എത്ര ശ്രമിച്ചാലും അവരുടെ മാന കൂട്ടാൻ പറ്റത്തില്ല, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഹീറോ പറയുന്നു. ഇതെങ്ങനെ ഏതെങ്കിലും റിസർച്ച് ഓർഗനൈസേഷൻ അറിയുവാണെങ്കിൽ നിന്റെ കാര്യം തീരുമാനമാടാ. എന്തെങ്കിലും ഒരു ഗൈഡ് ഉണ്ട്, മാൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടെക്നീക്സ് ഒക്കെ ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ അവൻ ഹീറോക്ക് ഒരു ബുക്ക് കൊടുക്കുന്നു. വെക്കേഷൻ ടൈം ഞാൻ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും പുതിയ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കും എന്ന് ഹീറോ പറയുന്നു. അതൊരു നല്ല കാര്യം തന്നെ എന്നാ ഡ്രാഗൺ പറയുന്നു. പിന്നെ കളിക്കുന്ന ലൈബ്രറിയാണ്. ഈവനെ കാണാൻ വേണ്ടി ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ ചോദിച്ച പോലെ വല്ല ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഈ സമയം എല്ലാ പ്രൊഫസേഴ്സും അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാറ് പതിവ്, എന്നാൽ നിങ്ങളാണെങ്കിൽ പഠിക്കണമെന്നും പറഞ്ഞിരിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കതാ ഇഷ്ടം എന്ന് ഹീറോ പറയുന്നു. ഇതെന്തോ എസ്സേ ബുക്കോ എന്ന് ഹീറോ ചോദിക്കുന്നു. നിങ്ങൾക്ക് മാനിനെ പറ്റി ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു, ഇത് അതിനെപ്പറ്റിയുള്ള ബുക്കാണ് എന്ന് പറഞ്ഞ് ആ ബുക്ക് കൊടുക്കുന്നു. താങ്ക് യു, ഞാൻ ഈ സമ്മറി മാനിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വിചാരിച്ചേ എന്ന് ഹീറോ പറയുന്നു. നിങ്ങളൊരു ട്രേഡിംഗ് കമ്പനിയുടെ ഓണറാണ്, അതുപോലെ പ്രൊഫസറും, എന്നാലും നീ ഒരു സ്റ്റുഡന്റിനെ പോലെ നടക്കുന്നത് എന്ന് അവൾ പറയുന്നു. ഡെമിപ്ലെയിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയും ബുക്കും വായിച്ചും ഹീറോയുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ഹീറോ യമയോട് സംസാരിക്കുന്നതാണ്. സോറി യങ് മാസ്റ്റർ, ഈ വെക്കേഷന് നിങ്ങളെ കൊണ്ട് കുറെ ജോലി ഞങ്ങൾ എടുപ്പിക്കുന്നുണ്ട് എന്ന് യമ പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, അക്കാദമിയോടെ കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ഹീറോ പറയുന്നു. മാസ്റ്റർക്ക് ഞങ്ങളോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്ന് യമ പറയുന്നു. പുതുതായിട്ട് വന്ന വിങ്കിസ് ബാക്കിയുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ പറക്കുന്ന എബിലിറ്റി ശരിക്കും സ്ട്രോങ് ആണ്, എന്നാൽ അടുത്തവണ ആർക്ക് ഉറപ്പായിട്ട് തോപ്പിച്ചിരിക്കും എന്ന് യമ പറയുന്നു. വിങ്കിങ്ങിന്റെ പവർ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഹീറോ അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഹീറോ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവർ ആകാശത്ത് നിന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ ചെറിയ ഫയർബോളിന്റെ എബിലിറ്റി വെച്ച് അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ചെറിയ അറ്റാക്കിൽ തന്നെ അവരെല്ലാം തോറ്റു പോകുന്നു. പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ആൾക്കാർ വരുന്നു. അവർ പറഞ്ഞു ഈ ക്ലൗഡിന്റെ ഇടയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ മാജിക് യൂസ് ചെയ്ത് അവരെല്ലാം കണ്ടുപിടിക്കുന്നു. ഹീറോ അവരെയും പെട്ടെന്ന് തന്നെ തോപ്പിക്കുന്നു. ഇതെന്നാ റെപ്രസെന്റീവ് ആയിട്ട് വന്ന രണ്ടുപേരല്ലേ, അപ്പൊ അവർ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ സൈസ് ബേഡൊക്കെ ആയി മാറുമല്ലേ എന്ന് പറഞ്ഞ് ഹീറോ നോക്കുന്നു. പെട്ടെന്ന് ഹീറോ അവർ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അവരൊരു ബാരർ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. സന്തോഷം, ഇവരെങ്കിലും എന്റെ അറ്റാക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യുന്ന പോലെങ്കിലും ഉണ്ടല്ലോ, ഇവർ അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് തോന്നുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. പെട്ടെന്ന് അവർ വിൻ മാജിക് യൂസ് ചെയ്ത് ഹീറോനെ ഡയറക്റ്റ് ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഹീറോ അത് അവന്റെ കൈ കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ഹീറോ പെട്ടെന്ന് തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഞാൻ സറണ്ടർ ആയിക്കോളാം എന്നാൽ ലീഡർ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ അവരോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പറക്കുന്ന കഴിവിൽ ഓവറായിട്ട് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുകയാണ്, അതുപോലെ നിങ്ങളുടെ സ്കില്ല് വളരെ കുറവാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആർക്കും ബാക്കിയുള്ളവർ നിങ്ങളെ പെട്ടെന്ന് തന്നെ തോപ്പിക്കുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പൊസിഷനൊക്കെ കറക്റ്റ് ആക്കണം, അതുപോലെ നിങ്ങളുടെ സ്കിൽസും ഡെവലപ്പ് ചെയ്യണം എന്ന് ഹീറോ പറയുന്നു. യങ് മാസ്റ്റർ, ഡെമി പ്ലേയർ റാങ്കിൽ ഞങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതുപോലെ റീഡെവലപ്മെന്റിന് ഞങ്ങൾ സഹായിക്കാം എന്ന് അവർ പറയുന്നു. ഡെമി പ്ലേയർ റാങ്കിൽ ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എന്നാൽ നിങ്ങൾ റീഡെവലപ്മെന്റ് ഒന്നും ചെയ്യണ്ട. എന്താണോ നിങ്ങളുടെ കോമ്പാക്ട് സ്കിൽ ശരിക്കും കുറവാ, ആദ്യം നിങ്ങൾ അത് ശരിയാക്കാൻ നോക്ക് എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ ഡെമിപ്ലേയിലെ വീടാണ്. മാന കൂടുതലായിട്ട് യൂസ് ചെയ്ത് ഒരേ സമയം കൂടുതലായിട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ നേരത്ത് മാന മെറ്റീരിയലൈസ് ആവും എന്നാ ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഹീറോയുടെ കിളി പോകുന്നു. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ബുക്കിൽ പറയാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഹീറോയുടെ ഈ കുറെ അധികം മാനയുണ്ട്, എന്നാൽ ഹീറോയെ കൊണ്ട് ഒരേ സമയം കുറെ അധികം മാന പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹീറോന്റെ പവർ യൂസ് ചെയ്ത് മാക്സിമം മാന പുറത്തോണ്ടുവരാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഇതാണോ മാന എന്ന് പറഞ്ഞ ഹീറോയുടെ ബോധം പോകുന്നു. പിന്നെ കാണിക്കുന്ന മിയൻ ടോമയും കൂടെ ഹീറോനെ വിളിച്ചെണിപ്പിക്കുന്നതാണ്. യങ് മാസ്റ്റർ, നിങ്ങൾ റൂമിൽ കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തേടുമായിരുന്നു, നിങ്ങളെന്ന് എവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്ന് മിയൻ ടോമയും ചോദിക്കുന്നു. അന്ന് ഞാൻ ആരോഗ്യം കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ ഇന്നെന്റെ ബോധം വീണ്ടും പോകാൻ തോന്നുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. ടോമേ, മിയ, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും കെയർ കാണിക്കുന്ന ഒത്തിരി നന്ദിയുണ്ട് എന്ന് ഹീറോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയ്ക്ക് വേണ്ടി മിയ നല്ലൊരു ഫുഡ് ഉണ്ടായിക്കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ടോമ ചോദിക്കുന്നു. തുടരുതേ എന്ന് പറഞ്ഞ മിയ അവർക്ക് കൊടുക്കുന്നില്ല. സാക്കിയോട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കായിരിക്കും, അത് ഈ പഴത്തി ചെയ്തേക്കുന്ന സാധനം കിടിലമാണ്, ഇത് സാക്കിയും കൂടെ നല്ല കോമ്പോയാ എന്ന് പറഞ്ഞ ടോമ അത് കഴിക്കുന്നു. നിനക്ക് വേണ്ട സാധനം നീ തന്നെ ഉണ്ടാക്കിയാൽ പോരെ എന്ന് മിയ പറയുന്നു. ടോമ, എനിക്ക് തക്കാളി ഒത്തി ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. അത് എനിക്ക് ഒത്തി ഇഷ്ടമാണ് എന്ന് ടോമ പറയുന്നു. ഇനി മര്യാദക്കാണെന്നില്ല നിനക്ക് ഫുഡ് കൊടുത്തൊരു സാധനം ഉണ്ടായി തരത്തില്ല എന്ന് മിയ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ടോമ ഷോക്കാവുന്നു. അങ്ങനെയൊന്നും പറയരുത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പൊ ഹീറോന്റെ മാന ഔട്ട്പുട്ട് കൂടുതലാക്കിയിട്ടുണ്ട്, അതുപോലെ ഇപ്പൊ ഹീറോയുടെ ബോധം പോകുന്നില്ല. ഇതുപോലെ കൂടുതൽ മാന ഔട്ട്പുട്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ അതൊരു ലിക്വിഡ് സ്റ്റേറ്റിൽ മെറ്റീരിയലൈസ് ആവുന്ന ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോ അത് ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ മാന മെറ്റീരിയലൈസ് ആക്കാൻ നേരത്ത് പെട്ടെന്ന് മാന ഹീറോയുടെ ചുറ്റും ജെല്ലി പോലെ ആവുന്നു. ഇപ്പൊ ഹീറോയുടെ അറ്റാക്ക് ഓവർ നല്ല രീതിക്ക് തന്നെ കൂടിയിട്ടുണ്ട്, അതുപോലെ ഇതിന്റെ ബോഡി എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ ഹീറോ ഒരു മരത്തിൽ പോയിരിക്കുന്നു. എന്നാൽ ഹീറോയ്ക്കൊന്നും പറ്റുന്നില്ല, ആ മരമാണ് പറഞ്ഞു വരുന്നത്. ഇത് ഇത്ര സ്ട്രോങ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല, ഇത് വെച്ച് വേണമെങ്കിൽ ഗോഡ്സുമായിട്ട് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തോന്നുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. ഡെമി പ്ലെയർ റാങ്കി എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയും എല്ലാവരും അവരുടെ പുതിയ സ്കില്ല് ഹീറോനെ കാണിക്കണമെന്ന് പറയുന്നു. പിന്നെ ഇതൊരു ഫൈറ്റിംഗ് അല്ല എന്ന് ടോമ പറയുന്നു. അല്ല, അതെന്താ അവിടെ ഒരു കല്ലിരിക്കുന്നേ എന്ന് ഹീറോ ചോദിക്കുന്നു. അത് ടോമയാണ് കണ്ടുപിടിച്ചത്, അത് ഞാൻ ഒരു സ്പെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന അറ്റാക്കിന്റെ പവർ അത് നമ്പറിൽ കാണിക്കും എന്ന് ഷീക്ക് പറയുന്നു. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മീ അവിടെ ഫുഡ് അടിച്ചോണ്ടിരിക്കുകയാണ്. യമ ഇതിനകത്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ഹീറോ പറയുന്നു. ആർക്കിൽ തന്നെയുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മേജ് അത് യമയാണ് എന്ന് ടോമ പറയുന്നു. യമ അവിടെ നിന്ന് ആർക്കിന് അവളുടെ സപ്പോർട്ട് മാജിക് യൂസ് ചെയ്ത് പവർ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ആർക്ക് ആ കലിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ കലി 78 എന്ന് പറഞ്ഞു വരുന്നു. എനിക്ക് ഇതിനായിട്ട് ഒരു എക്സാം മാർക്ക് പോലും ഉണ്ട്, 78 കുറവല്ലേ
എന്ന് ഹീറോ ചോദിക്കുന്നു. അത് കുറവൊന്നുമില്ല, അത് തന്നെ കൂടുതലാ എന്ന് ടോം പറയുന്നു. അടുത്തായിട്ട് ലിസർമാൻ വരുന്നു. അല്ല ഇവരെന്താണ് ഈ പൊക്കത്തോട്ട് പവർ ഇടുന്നത്? അവരുടെ ടാർഗറ്റ് മാറിപ്പോതാണ് എന്ന് ഹീറോ ചോദിക്കുന്നു. അല്ല അവരെ കൊണ്ട് ആശത്തുള്ള എനിമീസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആ വെങ്കീസ് ഒരു സാമ്പിൾ കാണിച്ചു കൊടുത്തയാ എന്ന് ടോം പറയുന്നു. ലിസർമാൻ അറ്റാക്ക് 68 ആണ് വരുന്നത്. അടുത്തായിട്ട് അങ്ങോട്ട് വരുന്നത് ഡാർഫാണ്. ആ ഡാർഫ് അയാളായിരുന്ന വെപ്പൺ വലുതാക്കി മാറ്റിയ കാലിനിട്ട് അടിക്കുന്നു. ആ അറ്റാക്കിന് 70 വരുന്നു. ഇത് പോരാ, വെപ്പൺ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം എന്നാൽ ഡാർഫ് പറയുന്നു. അടുത്തായിട്ട് അങ്ങോട്ട് മെഡുസ ഹീൽസ് വരുന്നു. അവരുടെ പവർ കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ടാണ് സീറോ വരുന്നു. അടുത്തായിട്ട് വിങ്കിങ്സ് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ആ അറ്റാക്കിന് വലിയ പവർ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് 20 ആണ് വരുന്നത്. അടുത്തതായിട്ട് ഫോറസ്റ്റ് ഓർഗേഴ്സ് ആണ് വരുന്നത്. അവരവരുടെ പുതിയ സ്കിൽ നമുക്ക് വേണ്ടി കാണിക്കുന്നതാണ് എന്ന് കോമോ പറയുന്നു. അല്ല ഇവരെന്നെ ഇല കൊണ്ട് ഡ്രസ് ഉണ്ടാക്കി വന്നേക്കുന്നത്, കാറ്റടിച്ച് പറന്നു പോയിരുന്ന കൊള്ളാം എന്ന് ഹീറോ ആലോചിക്കുന്നു. അക്വയും ആരീസും അവരുടെ പവർ യൂസ് ചെയ്ത് ആ കല്ലിന് ചുറ്റും ഒരു ഐസ് കൊണ്ടുവരുന്നു. ഈ ബാരർ കിടന്ന് ആർക്കും അകത്തരാൻ പറ്റത്തില്ല, പറ്റുമെങ്കിൽ വന്ന് നോക്കണം, നിങ്ങളൊക്കെ മണ്ണന്മാരാടാ, നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ അവർ കളിയാക്കുന്നു. ആ ബാരർ ടച്ച് ചെയ്യുന്ന എല്ലാ വെപ്പണും തന്നെ ഐസായിട്ട് തന്നെ പൊട്ടിപ്പോകുന്നു. ഇത് സാധാരണ ആൾക്കാർ തൊടുവാണെങ്കിൽ തന്നെ അവരുടെ കാര്യം തീരുമാനം ചാൻസ് ഉണ്ട് എന്ന് ഹീറോ ആലോചിക്കുന്നു. ഈ ബാരറിനകത്ത് ആർക്കും തന്നെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. ഹീറോ അവന്റെ പവർ യൂസ് അത് മൊത്തം സ്കാൻ ചെയ്ത് നോക്കുന്നു. ഇതിലൊരു വീക്ക്നെസ് ഉണ്ട്, ഞാൻ അകത്ത് വന്നല്ലോ എന്ന് പറഞ്ഞ ഹീറോ എന്റെ അകത്ത് വരുന്നു. അല്ല മാസ്റ്റർ അങ്ങനെ അകത്ത് വന്നേ എന്ന് പറഞ്ഞ് അവർ ഷോക്കായിട്ടിരിക്കുന്നു. ഈ ബാരർ അത്ര സ്ട്രോങ് ആണെങ്കിൽ ഇതിന് വലിയൊരു വീക്ക്നെസ് തന്നെ ഉണ്ട്, ആർക്കാണെങ്കിലും മണ്ണടി കൂടി ഇപ്പുറത്ത് വരാൻ പറ്റും. ശരി ഞാൻ റിമൂവ് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞ് ഹീറോന്റെ പവർ യൂസ് റിമൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പുതിയ സ്കില്ല് ഞാനും കാണിക്കാം എന്ന് പറഞ്ഞ് മിയ വരുന്നു. ഞാനിത് എന്റെ മാസ്റ്ററിന്റെ മെമ്മറീസ് നിന്നാണ് പഠിച്ചെടുത്തത് എന്ന് അവള് പറയുന്നു. എല്ലാ സൂപ്പർ ഹീറോസിനും ഓരോ സൂട്ടൊക്കെ ഉണ്ട്, ഇതാണ് എന്റെ പുതിയ സ്കിൽ എന്ന് പറഞ്ഞ അവള് സൂപ്പർ ഹീറോ സൂട്ട് ഉണ്ടാക്കുന്നു. ഈ കോസ്റ്റ്യൂമാണ് ഉള്ള സ്കില്ല് എന്ന് ഹീറോ ആലോചിക്കുന്നു. അടുത്തതായി ഷീക്കി അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഷീക്കിങ് കുറെ ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ടോമേ പറയുന്നു. ഷീക്കി അവന്റെ കൈ കിടന്ന എല്ലാ റിങ്സും യൂസ് ചെയ്യുന്നു. ഓണ്ട് നിന്റെ ഒറിജിനൽ ഫോമിലോട്ട് വരൂ എന്ന് ഷീക്കി പറയുമ്പോൾ ആ വാണ്ട് പെടുന്ന ഒരു സോഡായിട്ട് മാറുന്നു. ഷീക്കിയുടെ ആയിരിക്കുന്ന ആ സോഡ് ഒരു ഡ്രാഗൺ സ്ലിയർ സോഡാണ്, അത് ഡാർഫാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്ന് ടോമേ പറയുന്നു. ഷീക്കി അവന്റെ പവർ യൂസ് ചെയ്ത കല്ലിനെ 2 പീസായി കളയുന്നു. ആ കല്ല് 2 പീസാക്കി നിൽക്കുക വലിയ കാര്യമുള്ള കാര്യമാണോ എന്ന് ടോമേ ചോദിക്കുന്നു. നിന്നെയും മെയിൻ റോൾ മോഡൽ വെച്ചോണ്ടാണ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹീറോ പറയുന്നു. ഞാനൊരു പുതിയ സ്കില്ല് പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം എന്ന് ഹീറോ പറയുന്നു. യങ് മാസ്റ്റർ അവരുടെ പുതിയ സ്കില്ല് നമ്മളെല്ലാവരും കാണിച്ചു തരാൻ പോവാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഹീറോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ പുതിയ സ്കിൽ എത്ര സ്ട്രോങ് ആണെന്ന് എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് എന്ന് പറഞ്ഞ ഹീറോ അവന്റെ മാനമെറ്റീരിയൽസ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അല്ല ഇതെന്താ മാനമേറ്റർ അല്ലേ ഇത് എന്ന് പറഞ്ഞ് ഷീക്ക് നോക്കുന്നു. മാനമേറ്റർ ഈ പേര് കൊള്ളാം എന്ന് പറഞ്ഞ ഹീറോ കല്ലിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്നാ ഒറ്റ അറ്റാക്കിൽ തന്നെ കല്ല് തന്നെ പൊടിഞ്ഞു പോകുന്നു. ഇതാണ് എന്റെ പുതിയ സ്കില്ല്, കുറച്ച് ഓവറായി പോയോ എന്തോ എന്ന് ഹീറോ നോക്കുന്നു. പിന്നെ കാണിക്കുന്ന ഡെമിപ്ലെയിനുള്ള ഒരു ഫോറസ്റ്റ് ആണ്. ഇത്രയധികം മാന, ഇത് ഫ്യൂച്ചറിൽ നമുക്കൊരു വലിയ ഭീഷണിയാവാൻ ചാൻസ് ഉണ്ടോ എന്നൊരു കരടി ഉൾഫും കൂടെ ഹീറോ ഡെമിപ്ലെയിനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഹീറോ ഇപ്പൊ നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. എങ്ങനെ ഡെമിപ്ലെയിനായി സംസാരിക്കുന്ന കരടി ഉൾഫും വന്നു എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ആണെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.